സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 37ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഡയറക്ടറെ യൂസ് ചെയ്യുന്ന കുറേയധികം ടെക്നിക്കൽ ടീമുകളുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ ടീമുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ഷൂട്ടിൽ നിൽക്കുന്ന ആ ഒരു കാസ്റ്റിനും ക്രൂവിനും വ്യക്തമായിട്ട് എന്താണോ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏതെല്ലാമാണ് ആ ടെക്നിക്കൽ ടേംസ്, ആ ടെക്നിക്കൽ ടേംസുകൾ ഓരോന്നിനും എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരം ടെക്നിക്കൽ ടേംസുകൾ ഡയറക്ടർ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയിൽ കാസ്റ്റ് ഉണ്ട്, ക്രൂ ഉണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അല്ലേ. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് ഒരു സിനിമയിലെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആ വരുന്ന കാസ്റ്റും ക്രൂ എന്ന് പറയുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കാം ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഇതിനൊപ്പം തന്നെ ഈ പറഞ്ഞ കാസ്റ്റും ക്രൂവും ഒക്കെ തന്നെ വിവിധ ഭാഷകളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം. കുറേ ആൾക്കാർ ഇത്തരത്തിൽ തമിഴിൽ നിന്നായിരിക്കാം, കുറേ ആൾക്കാർ തെലുങ്കിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇത്തരത്തിൽ ബോളിവുഡിൽ നിന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരോടും ഡയറക്ടറിന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ചില ടെക്നിക്കൽ ടീമുകളുണ്ട്. അപ്പോൾ ഡയറക്ടർ ആ ഒരു ടെക്നിക്കൽ ടീം അനൗൺസ് ചെയ്യുകയാണെങ്കിൽ, മൈക്കിലൂടെ വിളിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ക്രൂവിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നതാണ്. അതിനനുസരിച്ചുകൊണ്ട് അവർക്ക് പെരുമാറാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ടെക്നിക്കൽ ടേംസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ സിനിമാക്കാർ ഉപയോഗിച്ച് വരുന്ന ആ ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ഡയറക്ടർ ഉപയോഗിച്ച് വരുന്ന ആ ടെക്നിക്കൽ ടേംസ് എന്തെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെറ്റർ ആണ്. ഇനി അതല്ല, നിങ്ങളൊരു ആക്ടർ ആവാനായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ടീമുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങളൊരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സെറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഡയറക്ടർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറേയധികം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ടെക്നിക്കൽ ടേംസിലേക്ക് പോയിക്കൊണ്ട് അത് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, മുഴുവൻ ടെക്നിക്കൽ ടേംസും ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടെക്നിക്കൽ ടേംസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്ന ടേമാണ് കോൾ ടൈം. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെറ്റിലേക്ക് ആ ഒരു മുഴുവൻ ടീമും എത്തേണ്ട ഒരു ടൈം ഉണ്ടല്ലോ, അതായത് അവരെത്തി ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം ഏതാണോ അതിനെയാണ് കോൾ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ 6 മണിക്കാണ് അവർ വരേണ്ടതെങ്കിൽ 6 മണിയാണ് കോൾ ടൈമെങ്കിൽ 6 മണിക്ക് അവരവിടെ സെറ്റിലെത്തിയിട്ട് അവിടെ വർക്ക് തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ് കോൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് അടുത്ത ടൈമിലേക്ക് പോകാം. അതാണ് സബ്ജക്റ്റ്. അതായത് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനെയാണോ ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതൊരു ക്യാരക്ടർ ആവും, ഒരു ഒബ്ജക്റ്റ് ആവും, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, അതിനാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് ഷോട്ട് റെഡി. അതായത് എപ്പോഴാണ് ഷോട്ട് റെഡി ആയെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു സെറ്റിൽ ഷൂട്ട് നടക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ലൈറ്റിങ്ങും അവിടുത്തെ സ്റ്റേജിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്തായിരിക്കും ഇത്തരത്തിൽ ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങും സെറ്റപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡയറക്ടർ പറയും ഓക്കെ ഷോട്ട് റെഡി ആണെന്ന് പറയും. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അസിസ്റ്റൻറ്റ് വന്നിട്ട് ആക്ടേഴ്സിനോട് പറയും, അതായത് ഷോട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. അതിനർത്ഥം ഷോട്ട് റെഡി എന്ന് പറയുകയാണെങ്കിൽ ഈ മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരിക, അതായത് ഷോട്ട് എടുക്കാനായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം റെഡി ആണെന്നാണ്. അടുത്ത ടൈപ്പാണ് ഫീൽഡ് ക്ലിയർ. അതായത് ഒരു സിനിമയിൽ നമ്മളൊരു ഫ്രെയിം വെക്കുന്ന സമയത്ത് ആ ഒരു ഫ്രെയിമിനുള്ളിൽ മറ്റാരും, അതായത് ആരെല്ലാമാണ് ആ ഒരു ഫ്രെയിമിനുള്ളിൽ ആ ഒരു സമയത്ത് വരേണ്ട അവർ മാത്രമേ അതിനുള്ളിൽ കാണാൻ പാടുള്ളൂ, വേറെ ആരും തന്നെ അവിടെ കയറാൻ പാടില്ല അല്ലേ. അപ്പോൾ ആ ഒരു ഷോട്ട് റെഡി ആകുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ആർട്ടിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനും അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ഇത്തരത്തിൽ ആ ഒരു ഫീൽഡിനുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. എന്നാൽ എപ്പോഴാണ് ഷോട്ട് റെഡി ആയിട്ട് ടേക്ക് എടുക്കാനായിട്ട് പോകുന്നത്, അതിന് മുമ്പായിട്ട് ആ ഒരു ഫീൽഡ് ക്ലിയർ എന്ന് പറയുന്നതാണ്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ ഫീൽഡ് അവർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് പുറത്തേക്ക് എല്ലാവരും പോകണം, അതിനുള്ളിൽ ആരും തന്നെ നിൽക്കാനായിട്ട് പാടില്ല. ഈ പറഞ്ഞ അസിസ്റ്റൻസ് ആണെങ്കിലും ഈ കൂടെ വന്ന ഹെൽപ്പ് ചെയ്യുന്ന ബാക്ക് ക്രൂ ഉണ്ടല്ലോ, അതായത് ആ ക്രൂ മൊത്തം തന്നെ അവിടുന്ന് ആ ഒരു സമയത്ത് ആ ഒരു ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്. അടുത്ത ടൈമാണ് മോണിറ്റർ. അതായത് ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ ഒരു ഡയറക്ടർ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇത്തരത്തിൽ റിഹേഴ്സൽ നടത്തിച്ച് നോക്കുന്നതായിരിക്കും. അത് ഇത്തരത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ക്യാമറയിലൂടെ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് ഡയറക്ടർ ഡിസൈഡ് ചെയ്യുന്നതിനാണ്, അത്തരം റിഹേഴ്സൽ നടത്താൻ പോകുന്നതിനാണ് നമ്മൾ ഇത്തരത്തിൽ മോണിറ്റർ എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് ഓർഡർ. അതായത് സിനിമയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ഒരു ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാത്തിനും റെഡി ആയിരിക്കാനായിട്ട് പറയുന്നതാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട്, ആക്ടേഴ്സ്, ഈ പറഞ്ഞ ആൾക്കാരോടെല്ലാം തന്നെ ഷോട്ടിന് മുമ്പായിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണിത്. അടുത്ത ടൈമാണ് റോൾ സൗണ്ട്. അതായത് സൗണ്ട് റെക്കോർഡ് ചെയ്യാനിരിക്കുന്ന ആ ഒരു സൗണ്ട് ടീമിന് ഡയറക്ടർ കൊടുക്കുന്ന കമാൻഡാണ്, അതായത് സൗണ്ട് റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഇനി അടുത്ത ടൈമാണ് റോൾ ക്യാമറ. അതായത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇത്തരത്തിൽ ക്യാമറ റൺ ചെയ്തോളൂ അല്ലെങ്കിൽ ക്യാമറ റെക്കോർഡ് ചെയ്തോളൂ എന്നുള്ള ആ ഒരു ഡയറക്ടർ കൊടുക്കുന്ന കമാൻഡിനെയാണ് നമ്മൾ റോൾ ക്യാമറ എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് ക്ലാപ്പ്. അതായത്
ക്ലാപ്പർ ബോയോട് ഇത്തരത്തിൽ ആ ഒരു ക്ലാപ്പ് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു ക്ലാപ്പ് ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിനാണ് നമ്മൾ ക്ലാപ്പ് എന്ന് പറയുന്നത്. അടുത്തതും വളരെ ഫേമസ് ആയിട്ടുമുള്ളൊരു ടേമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അതായത് സിനിമയിലൊക്കെ ഇത്തരത്തിൽ ആ ഒരു ക്ലാപ്പ് ബോർഡ് അടിച്ചതിന് ശേഷം ആക്ഷൻ എന്ന് പറയാറുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ആ ഒരു സിനിമയിലെ നടന്മാർ അഭിനയിച്ച് തുടങ്ങാറുണ്ട്. അതുതന്നെയാണ് സംഭവം. അതായത് കാസ്റ്റിനോട് അല്ലെങ്കിൽ ആക്ടേഴ്സിനോട് അഭിനയിച്ച് തുടങ്ങിക്കോളൂ എന്ന് വേണ്ടിയിട്ട് ഡയറക്ടർ കൊടുക്കുന്ന ആ ഒരു കമാൻഡാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് ഫസ്റ്റ് മാർക്ക്. അതായത് പറയുകയാണെങ്കിൽ ഒരു ഷോട്ട് എടുക്കാൻ നേരത്തെ ആ ഒരു ഷോട്ടിനുള്ളിൽ ഒരു ക്യാരക്ടർ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഷോട്ട് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പൊസിഷൻ എന്താണോ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനൊരു ആക്ടറാണ്, എൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ നേരം ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു ഷോട്ടാണ് എടുക്കേണ്ടതെങ്കിൽ ആ ഷോട്ട് എടുത്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ എവിടെ നിന്നാണോ നടന്നു തുടങ്ങുന്നത് ആ തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് പൊസിഷനെയാണ് ഇത്തരത്തിൽ ആ ഒരു ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈമാണ് ഫൈനൽ മാർക്ക്. അതായത് ഞാനെന്ന് പറയുന്ന ആക്ടറോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ഇത്തരത്തിൽ ഈ ഒരു ഷോട്ട് തീരുന്ന സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് അതിനെയാണ് ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് വൺ മോർ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴോ ഡയറക്ടർക്ക് തോന്നുകയാണ് ഈ ഒരു ഷോട്ട് പോരാ, അതൊന്നുകൂടി എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഡയറക്ടർ വൺ മോർ എന്നുള്ള കമാൻഡ് പറയും. അത് കേൾക്കുന്ന സമയത്ത് ആ ഒരു ക്രൂവിലുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുകയാണ് അതായത് ഈ ഒരു ഷോട്ട് എടുത്തത് ശരിയായാലും ഒന്നുകൂടി എടുക്കണമെന്ന്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ കാസ്റ്റും ക്രൂവും എല്ലാവരും തന്നെ ആ ഒരു ഷോട്ടിലുള്ള അവരുടെ ആ ഒരു ഫസ്റ്റ് മാർക്ക് എവിടെയാണോ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ പൊസിഷൻ എവിടെയാണോ അവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ അത് ഞാൻ ഡയലോഗ് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ് നടന്ന് അവിടെ തീർന്നപ്പോൾ ആ ഷോട്ട് കട്ടായി. വീണ്ടും ഡയറക്ടർ വൺ മോർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഇത് ശരിയായില്ല, ഒന്നുകൂടി എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വന്ന് നിന്നിട്ട് റെഡിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കോ ആക്ടറും എവിടെയാണോ അദ്ദേഹം നിന്നത് അവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇനി ക്യാമറയ്ക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫറും ആ ഒരു ടീമും ക്യാമറ ടീമും അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഫസ്റ്റ് മാർക്ക് എവിടെയാണോ അവിടെ വന്ന് നിന്ന് വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അടുത്ത ടൈമാണ് കട്ട്. അതായത് ഒരു ഡയറക്ടർ കട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ക്യാമറയും റെക്കോർഡിങ്ങും എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആക്ടേഴ്സ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോടും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന കട്ട്. അപ്പോൾ ഒരു സീൻ നല്ലതുപോലെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഡയറക്ടർ കട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തെറ്റിക്കുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടേഴ്സ് മോശമായി അഭിനയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് അറിയാതെ ഫ്രെയിമിലേക്ക് കയറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഡയറക്ടർ കട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടൈമാണ് ബ്രേക്ക്. അതായത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഡയറക്ടർ ബ്രേക്ക് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാസ്റ്റിനും ക്രൂവിനും എല്ലാം തന്നെ ഒരു എന്താ പറയുക ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആയിരിക്കും അത്. അടുത്ത ടൈമാണ് റണ്ണിങ് ബ്രേക്ക്. അതായത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വളരെ ടൈറ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തേക്കാണ് അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് സമയമില്ലാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്തും ഇത്തരത്തിൽ ഈ പറഞ്ഞ കാസ്റ്റിനായാലും ക്രൂവിനായാലും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു റണ്ണിങ് ബ്രേക്ക് കൊടുക്കുന്നതാണ്. അതായത് റണ്ണിങ് ബ്രേക്ക് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ കുറച്ച് ആൾക്കാർ ഇത്തരത്തിൽ ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നതായിരിക്കും. അവർ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ക്രൂവും മറ്റു ആക്ടേഴ്സും ഇത്തരത്തിൽ പോകുന്നതായിരിക്കും. അതായത് പറയുകയാണെങ്കിൽ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് നമ്മൾ റണ്ണിങ് ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് പാക്കപ്പ്. അതായത് ഒരു സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഡയറക്ടർ പാക്കപ്പ് പറയുന്നതാണ്. അങ്ങനെ പാക്കപ്പ് പറയുകയാണെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മനസ്സിലാവുന്നതാണ് അതായത് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അവർക്ക് അവരുടെ എക്യുപ്മെൻറ്റ്സ് അതായത് ഇപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ക്യാമറയും മറ്റു കാര്യങ്ങളും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർക്ക് ഷൂട്ടിംഗ് തീർന്നു, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ട് അവർക്കതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. കാരണം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒരു 9 മണിക്കാണ് കഴിയുന്നതെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ ഡയറക്ടർക്കും ബാക്കിയുള്ളവർക്കും അവിടുന്ന് പോകാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങണമെങ്കിൽ ചിലപ്പോൾ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 10:30 ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എത്ര നേരത്തെ പാക്കപ്പ് പറയാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. ഇപ്പോൾ ഡയറക്ടർ പാക്കപ്പ് പറയുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തിയിരിക്കണം ആ ഒരു ദിവസത്തെ അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പൂർത്തിയാക്കിയെന്ന് ഉറപ്പാക്കിയിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം പാക്കപ്പ് പറഞ്ഞു പോയതിനു ശേഷം ഇത്തരത്തിൽ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകുന്നതായിരിക്കും. അടുത്ത ടൈമാണ് പിക്കപ്പ് ഷൂട്ടിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പാക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ വീണ്ടും അതേ ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിക്കപ്പ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് ഷെഡ്യൂൾ പാക്കപ്പ്. അതായത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പകുതി വഴിക്ക് വെച്ച് നിന്ന് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പൈസ ഇല്ലെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നിന്ന് പോകാം. അല്ലെങ്കിൽ ഒരു സിനിമയിൽ വളരെ കേന്ദ്ര കഥാപാത്രമായ ഒരു നടൻ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം കൊണ്ടിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇടയ്ക്കിട്ട് ഒരു സിനിമയുടെ എന്താ പറയുക ഷൂട്ടിംഗ് നിന്ന് പോകാം. അങ്ങനെ നിന്ന് പോകുന്നതിനാണ് നമ്മൾ ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ടൈമിലേക്ക് പോകാം. അതാണ് ഷൂട്ടിംഗ് പാക്കപ്പ്. അപ്പോൾ ഷൂട്ടിംഗ് പാക്കപ്പ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ആ ഒരു അവസാന ദിവസം ഇത്തരത്തിൽ നടത്തുന്ന
നടത്തുന്ന ആ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ആഘോഷത്തെയാണ് നമ്മൾ ഷൂട്ടിംഗ് പാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കുറേ ദിവസങ്ങളായിരിക്കില്ല, അതായത് 10-60 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ പല ആളുകൾ തമ്മിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് ഒരുമിച്ച് ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ ഉപയോഗിക്കുന്ന ഈ 20 ടേമുകൾ എന്തെല്ലാമാണെന്നും അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ടെക്നിക്കൽ ടേംസുകളുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പറ്റുകയില്ല. എന്നിരുന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടേമുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും